എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പറ്റുന്ന കോയമ്പത്തൂർ സ്പെഷ്യൽ അരിയും പരിപ്പും ചോറുണ്ടാക്കിയാലോ? അപ്പോൾ അതിനെന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിന് കാര്യമായിട്ട് വേണ്ടത് അരിയും പരിപ്പും. അപ്പം 1 കപ്പ് അരിക്ക് 1/2 കപ്പ് പരിപ്പ് ചേർത്താലാണ് അതൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക നമുക്ക്. അപ്പോൾ അത് അരിയും പരിപ്പും കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് നല്ലോണം കഴുകി ഒരു അരമണിക്കൂർ കുതിരട്ടെ. അതൊരു ഭാഗത്തിരിക്കട്ടെ. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് ഒന്ന് മൊരിയട്ടെ. മൊരിഞ്ഞ് വരുമ്പോൾ ഒരു 12 ചെറിയുള്ളി അതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കണ്ട പൊട്ടിത്തെറിക്കുന്ന ശ്രദ്ധിക്കണേ. ഇനി ഒരു 5-6 വെളുത്തുള്ളി, അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം അതൊന്ന് ആ എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് മൊരിയണം. കണ്ടോ, ഇങ്ങനെ മൊരിഞ്ഞ് വരണം. അതിന് ശേഷം നമ്മൾ 1 തണ്ട് കറിവേപ്പില അതും ആ എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി വേണ്ടത് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ചേർത്തിട്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ 2 പച്ചമുളകും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളി, ചെറുതാണെങ്കിൽ 2 പൊടിയായി അരിഞ്ഞ തക്കാളിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് പതായി വരുമ്പോൾ നമുക്ക് 2 പിഞ്ച് പെരുങ്കായം, കുറച്ച് ഒരു പിഞ്ചങ്ങൊന്നും കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്, പരിപ്പല്ലേ. അപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടാവില്ല അത് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് ഇടാവേ. ഫ്ലെയിമിലിട്ടിട്ടാൽ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. പൊടി കരിഞ്ഞു പോകാണ്ട് നോക്കണം, പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, അത് വെള്ളം അരിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല, വെള്ളം ഇല്ലാണ്ട് ഒരു അരിപ്പയിലിട്ട് അരിച്ചിട്ടങ്ങ് തട്ടിക്കൊടുത്താലും മതി. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആ അരിയിലിനി ഒരു തുള്ളി എങ്ങാനും വെള്ളം, അരിപ്പയിലിട്ടിട്ടതാണെങ്കിൽ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ ഒരു തുള്ളിയെങ്കിലും വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. 1 കപ്പ് അരിയും 1/2 കപ്പ് പരിപ്പും, അതിന് 2.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കാം. വെള്ളം ഒന്ന് തിള വരുന്ന പോലെ ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി അതങ്ങ് പിന്നെ ഒന്നും കൂടി ഇളക്കി ചേർത്തിട്ട് ഉപ്പ് നോക്കണേ. ഉപ്പ് ഒന്ന് മേലെ നിൽക്കണം. ഉപ്പ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ വേകുമ്പോഴത്തേക്ക് ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. കുറവാണെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ കുറവാണെങ്കിൽ പിന്നെ വേകുമ്പോഴത്തേക്ക് ഉപ്പ് കുറവായിരിക്കും. നമ്മൾ കറിയൊന്നും ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ലോണം ഇളക്കി ഉപ്പ് കറക്റ്റാണെങ്കിൽ മൂടിയിട്ടിട്ട് 2 വിസിൽ വരുന്നവരെ മൂടിയിട്ട് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. അപ്പോൾ അതിപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്, വിസിലെല്ലാം ഇറങ്ങി, അതിൻ്റെ ആവിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്താ മണം എന്നറിയോ, നല്ലൊരു മണം. കണ്ടോ, ഒന്നോടൊന്നൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ അളവിനിട്ടാൽ നല്ല പൊന്നി അരിയ, സാധാരണ പൊന്നി അരി തന്നെയാണ്, അത് നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് അതിൻ്റെ മേലെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആകെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോടെ ആകുമ്പോൾ ആ നെയ്യ് ഉരുകി ആ മല്ലിയിലയും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. ഇനി അത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഇതിൻ്റെ കൂടെ ഞാനിന്ന് ഉണ്ടാക്കിയത് പൊട്ടറ്റോ ഫ്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു.